നിങ്ങൾ പ്രഗ്നന്റ് ആണോ? പ്രഗ്നൻസി സമയത്ത് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഏത് രീതിയിൽ സെറ്റ് ചെയ്യുന്നോ ആ രീതിയിലായിരിക്കും നമ്മളുടെ ആ ഒരു പ്രഗ്നൻസി ജേർണി മുഴുവനും. അതേപോലെ അത് കുഞ്ഞിനെ ബാധിക്കുന്നു പലപ്പോഴും പല ഡോക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൈൻഡ് സെറ്റപ്പിനനുസരിച്ചിട്ട് ആണ് അതൊക്കെ സംഭവിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആവാന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്റ്റോറി തന്നെ പറയാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു മൂത്തമോളുടെ പ്രഗ്നൻസി സമയത്ത്. ആദ്യത്തെ ആ ഒരു 3 മാസം ഛർദി കൊണ്ട് എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ സമയത്താണ് നമുക്ക് ഒരു TT എടുക്കാനുള്ളത്. ആ സമയത്ത് ഞാനൊരു TT എടുക്കാൻ പോയ സമയത്ത് അവിടെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു നേഴ്സ് ഞാൻ ഇത്രയും ടയേർഡ് ആയിട്ട് കണ്ടിട്ട് പറഞ്ഞു, മോള് വയ്യ 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 എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ മോളെ ലൈഫിൽ വരാൻ പോകുന്ന ബേബി ഇതേപോലെ ലേസി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര മടിയുള്ള ആളായിരിക്കും, ഒരിക്കലും എല്ലാ കാര്യങ്ങളും ആള് സ്മാർട്ട് ആയിരിക്കില്ല. മോൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, മോളുടെ ലൈഫിന് ഈ ഒരു സമയത്ത് എങ്ങനെയാണോ മോളുടെ എൻവയോൺമെന്റ് മോള് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഇരിക്കും മോളുടെ ലൈഫിൽ വരാൻ പോകുന്ന ബേബിയുടെ ആ ഒരു മൈൻഡ് സെറ്റും ആ ഒരു ഹാപ്പിനെസ്സും എന്നുള്ളത്. അന്നത് കേട്ട സമയത്തും എനിക്ക് പിന്നെയും 2-3 ആഴ്ചത്തേക്കൊന്നും എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്റെ ബോഡി അതിന് സംഭവിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എഴുന്നേറ്റ് തുടങ്ങിയ തൊട്ട് തന്നെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ലൈഫിൽ ആ ഒരു സമയത്ത് ഞാൻ ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനെ ഞാൻ പ്രഗ്നൻസി സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയൊക്കെ കേൾക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ ചെയ്യണം, എന്നാൽ മാത്രം അത് ബേബിയിലേക്ക് എത്രമാത്രം എഫക്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിന്റെ റിസൾട്ടും പറയാലോ. കാരണം മൂത്ത മോൾക്ക് ഇപ്പം ഏകദേശം 6 വയസ്സായി. അവള് ഭയങ്കരമായിട്ട് പാട്ട്, ഡാൻസ്, അതേപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് നടക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അവളുടെ സ്വഭാവമാണെങ്കിൽ പോലും നമ്മളൊരു മറ്റൊരു ആളുടെ അടുത്ത് അവള് ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും ഒരിക്കലും അവള് സെൽഫായിട്ട് ചിന്തിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മോളായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറയണതല്ല. അങ്ങനെ അവളുടെ ഒരുപാട് ഗുഡ് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അവളുടെ കുറെ ബാഡ് ക്വാളിറ്റീസും ഉണ്ട് കേട്ടോ. അവൾ ഇച്ചിരി ലേസിനെസ് ഒക്കെ കാണിക്കാറുണ്ട്. അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എൻ്റെ മോളെ പറ്റി പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഇത് ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ സെക്കൻഡ് ബേബിയിൽ എനിക്ക് ഇവൾക്ക് വേണ്ടി ഞാൻ എടുത്ത ആ ഒരു എൻവിറോൺമെന്റൽ സെറ്റപ്പ് പോലെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മൂത്ത ബേബി ഉണ്ട്, ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു. അപ്പൊ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ നിങ്ങളിത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ചിന്തിക്കുകയും ഇതുപോലെ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിലും കുഞ്ഞിന് അത് ഒരുപാട് ഒരു ഗുഡ് ഫീലിങ്സ് ആയിരിക്കും കിട്ടാനുള്ളത്. അപ്പോൾ പൊതുവെ പറയാം, നമ്മൾ ഫസ്റ്റ് തന്നെ വയ്യ 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 എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ എല്ലാത്തിനും ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യത്തെ 3 മാസം വരെ നമ്മൾ കായികപരമായിട്ടുള്ള ആക്റ്റീവ്നെസ് ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് വളരെ കാമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ അന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അത് വളരെ നല്ല കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ബുക്സ് റീഡിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ പാട്ട് കേൾക്കാതൊക്കെ കുഞ്ഞ് കേൾക്കും, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് കുഞ്ഞ് കേൾക്കും എന്നുള്ളത്. പക്ഷേ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മാസത്തിന് ശേഷമൊക്കെയാണ് കുഞ്ഞിന് കേൾവി ശക്തി വന്നു തുടങ്ങും. കുഞ്ഞിന് കേൾവി ശക്തി വരുമല്ലോ. പക്ഷെ ആ സമയത്ത് നമ്മുടെ പുറത്തുള്ള, ഞാൻ ഡോക്ടേഴ്സിന് ഇന്റർവ്യൂസ് കേട്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പുറത്തുള്ളതിൽ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ഒച്ച കേൾക്കുകയാണെങ്കിൽ അത് കുഞ്ഞിലേക്ക് എത്താം. എന്നല്ലാതെ നമ്മൾ ലൈറ്റ് ആയിട്ടൊരു റീഡ് ചെയ്യുന്നതുകൊണ്ടോ സോങ് കേൾക്കുന്നതുകൊണ്ടോ അതൊന്നും കുഞ്ഞ് കേൾക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ കുഞ്ഞ് കുടലിരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് അമ്മ ഒരു സോങ് കേൾക്കുമ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്, ഒരു ബുക്ക് വായിക്കുമ്പം എന്താണ് ഫീൽ ചെയ്യുന്നത്, അത് ആ കുഞ്ഞിലേക്ക് എത്തും. ആ ഒരു അമ്മയുടെ മൈൻഡ് സെറ്റ് കുഞ്ഞിലേക്ക് എത്തും. അതാണ് പറയുന്നത്, അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. പല വീടുകളിലും ഹസ്ബൻഡ് വൈഫിനെ തല്ല വഴക്ക് പറയുക, അമ്മ പോരെടുക്കുക, അങ്ങനെ അത്തും പോരെടുക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി കരയും വിഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടികളോട് പൊതുവെ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യം, ഒരിക്കലും മനപ്രയാസത്തോടെ ഇരിക്കരുത്, അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ചിരിക്കരുതെന്ന്. ദാറ്റ്സ് റീസൺ നമ്മളുടെ ഫീലിങ്സിനെ അവർ ശരിക്കും മനസ്സിലാക്കും. അത് അവരെ ശരിക്കും എഫക്ട് ചെയ്യും കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മുടെ ചിന്തകളെ അതിന് നമ്മൾ എപ്പോഴും ഞാൻ പറയാട്ടോ, ഞാൻ മോളുടെ പ്രഗ്നൻസിയിൽ ഞാൻ പറ്റില്ല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ കൊച്ചു പ്രായം തൊട്ടേ ഒരു പേടിയുള്ളൊരു ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒരു അറിവില്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു. ഒരു ചില സിറ്റുവേഷൻസ് വന്നാൽ ഞാൻ സിറ്റുവേഷൻസ് ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും. പക്ഷെ നമ്മൾക്ക് കാണാൻ പറ്റാത്തൊരു പേടിയില്ലേ, ആ ഒരു പേടി എനിക്ക് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ചെറുതിലേ ഉള്ളൊരു കാര്യമാണ്. അപ്പം അത് ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം രാത്രി ആരോ റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ഫീല്, അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ല. അത് എൻ്റെ മോളിൽ എഫക്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ മോളായതുകൊണ്ടാണോ എന്നും അറിയില്ല. കാരണം നമ്മളെ ജനിതക ഘടകങ്ങൾ അമ്മയുടേതോ അച്ഛൻ്റെതൊക്കെ മക്കൾക്ക് വരും. അവൾക്കിപ്പം ഏറ്റവും കൂടുതൽ ഞാൻ അവളിൽ സഫർ ചെയ്യുന്ന ഒരു കാര്യം, അവൾക്ക് ഇതുപോലെ പേടികളുണ്ട്, ഒരുപാട് പേടികളുണ്ട്. ഞാൻ അതിനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അതിനെ അവളിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം അവൾക്ക് ഒരുപാട് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ ആ പ്രഗ്നൻസി സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചതുകൊണ്ടാണോ? പക്ഷെ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാര്യമല്ല, അതെൻ്റെ ഹോർമോണിൻ്റെ ഒരു ചേഞ്ച് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പാട്ട് ഒത്തിരി കേട്ടുകൊണ്ടാണെന്ന് അറിയില്ല, പാട്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന കുട്ടിയാണ് ഞാൻ. ഡാൻസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും അവളും ഡാൻസ് ചെയ്യായിരുന്നു. അതേപോലെ ആ സമയത്ത് ഞാൻ വരയ്ക്കാറുണ്ടായിരുന്നു.
എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന പല കാര്യങ്ങളും എന്നെ ഒരുപാട് ഫീൽ ചെയ്തിട്ടെങ്കിലും അതിൽ നിന്ന് നല്ലത് കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞ്, ഞാനൊരു കുശുമ്പാണ് അവിടെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുശുമ്പിനെയാണ് ഞാൻ കൂടുതൽ കാണുന്നതെങ്കിൽ അത് എൻ്റെ മോളിൽ എഫക്ട് ചെയ്യല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിലെ നല്ലത് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായി. ആസ് എ ഹ്യൂമൻ ബീങ്, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ് ആണ്. ഒരാൾ നമുക്ക് റിയാക്ട് ചെയ്തെന്തെങ്കിലും വരും, നമുക്ക് അതിൽ നല്ലത് എടുക്കാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നല്ലതെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവള് എന്നിൽ നിന്നാണ് ഫീലിങ്സ് ഓരോന്ന് അറിയുന്നുണ്ടാവാം എന്നുള്ളൊരു ആ ഒരു അവെയർ എനിക്ക് ഉണ്ടായിരുന്നു. അത് മസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ സന്തോഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒച്ചയിൽ പാട്ട് കേട്ടാൽ കുട്ടിയും പാട്ട് കേൾക്കും, ഡാൻസ് കളിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുഞ്ഞിനോട് പറയുമ്പോൾ, നമ്മൾ ചില അമ്മമാർ കുഞ്ഞിനോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. കുഞ്ഞുങ്ങളെ ഒരു 4 മാസം മുതൽ നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. പക്ഷേ യു ഫീൽ, യു ടച്ച് ഇറ്റ്. നിങ്ങൾ തൊട്ട് വേണം, നമ്മൾ നിങ്ങളുടെ കുടലിനെ തൊട്ട് വേണം സംസാരിക്കാൻ. നിങ്ങൾ എന്തോ ഇങ്ങനെ നിങ്ങളുടെ മൈൻഡ് വഴി നിങ്ങൾ എന്തോ ഒരു ഫീലിങ്സ് കുഞ്ഞിലേക്ക് വിടുന്നുണ്ട്. അത് നിങ്ങളുടെ ടച്ചിലും നിങ്ങളുടെ ഒരു ഇമോഷൻസിലും കുട്ടി അറിയും. അല്ലാതെ നിങ്ങൾ സംസാരിക്കുന്നൊന്നും കേൾക്കില്ല. അതുകൊണ്ട് എപ്പോഴും കുടൽ തടവാനും മസാജ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് കുഞ്ഞിലേക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യും. നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തെ കുഞ്ഞ് അറിഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ പാട്ട് നന്നായിട്ട് കേൾക്കാൻ. പിന്നെ പൊതുവേ നമ്മളെല്ലാവരും യൂട്യൂബിലൊക്കെ കാണുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് വളകാപ്പ്, അതേപോലെ തന്നെ ഫോട്ടോഷൂട്ട്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാട്ടോ. കാരണം ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾക്കൊരു എത്ര വർഷം കഴിഞ്ഞാലും എടുത്തു നോക്കാനുള്ള ഒരു ഫോട്ടോ, ഒരു വീഡിയോ ഒന്നും മാത്രമല്ല, അത് ആ അമ്മയെ ഒരുപാട് സന്തോഷിപ്പിക്കും. ബിക്കോസ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അമ്മമാർക്ക് കേട്ടോ. ചില ആൾക്കാർക്ക്, എനിക്ക് ഇതുപോലത്തെ ഒരു ഒക്കേഷൻസ് ഒന്നും വലിയ എടുത്തല്ല, വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഞാൻ ഇത്രയും നേരമായിട്ടാണെന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. എന്തോ എനിക്കിത് വളകാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും എനിക്കധികം കൂട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര വലിയ, എന്തോ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഓക്വേർഡാണ്, ഭയങ്കര ബാക്കോട്ട് പോകുന്ന ഒരാളാണ്. എനിക്കെന്തോ ഒരു നാണോ ഷൈയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല. ആ സമയത്ത് അവർ പാനിക്കായിരിക്കും, ടെൻഷനായിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും. അല്ലാതെ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മളിത് കേൾക്കുന്ന അമ്മമാരാണോ ഹസ്ബൻഡാണോ, തീർച്ചയായിട്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഫോട്ടോഷൂട്ട് ചെയ്യുക. അതൊക്കെ ആ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിനെസ് തോന്നും. പിന്നെ നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗാർഡനിങ്, നമ്മൾ ചുറ്റും നടന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ വെറുതെ നടക്കല്ല കേട്ടോ, നമ്മൾ മനസ്സുകൊണ്ട് അത് ഫീൽ ചെയ്യണം. കാരണം നടക്കുമ്പോൾ കുഞ്ഞിനൊന്നും അറിയില്ല, നീ നടക്കുകയാണെന്നേ അറിയുള്ളൂ. നീ മനസ്സുകൊണ്ട് അത് ഫീൽ ചെയ്തെടുക്കുമ്പോൾ അത് കുഞ്ഞിന് ഒരുപാട് സന്തോഷം കൊടുക്കും. കുഞ്ഞിനൊരു ഒരു ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണാലിറ്റി ആവാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മുടെ അവസാനം എത്തുന്ന ലേബർ. ഈ ലേബർ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ ഏകദേശം ഒരു 9 മന്ത് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 8 മന്ത് ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. അയ്യോ പെയിൻ എങ്ങനെയായിരിക്കും, അയ്യോ എങ്ങനെയായിരിക്കും വേദന, ഇങ്ങനെയായിരിക്കും, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആവും എനിക്ക്, അല്ലെങ്കിൽ പോകുന്നതിനൊക്കെ മുമ്പ് എൻ്റെ വെള്ളം പൊട്ടി അങ്ങനെ ആയിപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരും, എനിക്ക് ഓപ്പറേഷൻ ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് പാനിക് ആവാതിരിക്കുക. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഇമാജിൻ ചെയ്യുക, നല്ലൊരു ലേബർ റൂം. അതിനൊക്കെ മുമ്പ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചാടാണ്, എനിക്ക് പെയിൻ വന്നു, ഞാൻ കുളിച്ച് നീറ്റെല്ലാം ഇരിക്കുമ്പോഴാണ് പെയിൻ വരുന്നത്. നമ്മളെല്ലാവരും സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, മൈൻഡിൽ ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്നെ കുട്ടി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവിടെ തന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തിയേറ്ററിൽ കയറി. അതേപോലെ പെയിനും കുറച്ചായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ഡ്രീമിനെ, നമ്മുടെ ലേബറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കിടക്കുന്ന ബെഡ്, നമ്മൾ ഇരിക്കുന്നത്, നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ബേബി, അതങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഹാപ്പിയസ്, നമ്മളത് ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മുഖത്ത് ചിരി ഇങ്ങനെ വരണം. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ ഇടയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതാക്കാം. അതേപോലെ തന്നെ ഞാനൊക്കെ പോയിക്കുന്നത്, ഞാൻ കൈയൊക്കെ നല്ല വൃത്തിക്ക് നെയിൽ പോളിഷൊക്കെ ഇട്ട് നല്ല നീറ്റാക്കി ഞാൻ ഇങ്ങനെയൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അല്ല കേട്ടോ, ഫസ്റ്റത്തേന് ഞാൻ പെട്ടെന്നായിരുന്നു. സെക്കൻഡിൽ പോകുന്ന സമയത്ത് ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എന്നെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നെയിൽ പോളിഷ് ഇട്ടിട്ടാണല്ലോ വന്നത്. ഞാൻ അങ്ങനെ ഒരുങ്ങി അങ്ങനെയൊക്കെ പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇതൊരു അസുഖമൊന്നുമല്ല, ഇതൊരു അവസ്ഥയാണ്, ഒരു ബ്യൂട്ടിഫുൾ അവസ്ഥ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ എല്ലാം നമ്മൾക്ക് എൻഡിൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ അതാണ്. അതിൻ്റെ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രസവം ഉണ്ടാവും. നമ്മുടെ മൈൻഡാണ്, നമ്മുടെ ഹാപ്പിനെസ് ആണ് നമ്മുടെ കുഞ്ഞിനെയും എഫക്ട് ചെയ്യുക. നമ്മുടെ കുഞ്ഞ് ഹാപ്പി ആയിട്ട് നമ്മുടെ പുറത്തേക്ക് വന്ന് നമ്മളടുത്ത് സന്തോഷത്തോടെ ചിരിക്കും കളിക്കുകയൊക്കെ ചെയ്യുന്ന കാണുന്ന ഡ്രീമോട് കൂടി ഇരിക്കുമ്പോൾ നല്ലൊരു പ്രസവം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം തൊട്ട് എൻഡ് വരെ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം.